നമസ്കാരം, ഞാൻ പൂജ വിജയൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC. പെഷവാറിൽ ഭീകരാക്രമണം. പാകിസ്ഥാനിലെ പെഷവാറിൽ ബച്ചാഖാൻ സർവകലാശാലയിൽ ഉണ്ടായ ഭീകരാക്രമണത്തിൽ 20 മരണം. ക്യാമ്പസിലെ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ നടന്ന സാഹിത്യ സംവാദ പരിപാടിക്കിടെ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർത്തത് തോക്കുധാരികളായി എത്തിയ സംഘം. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക്. സ്ഫോടനം നടക്കുമ്പോൾ 3000-ഓളം വിദ്യാർത്ഥികളും 600 അതിഥികളും ക്യാമ്പസിൽ ഉണ്ടായിരുന്നതായി റിപ്പോർട്ട്. കനത്ത മൂടൽമഞ്ഞ് കാരണം ഭീകരർക്കായുള്ള തിരച്ചിൽ ദുഷ്കരമെന്ന് അധികൃതർ. സർവകലാശാലയിൽ സുരക്ഷാ സേനയും തീവ്രവാദികളും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുന്നതായും വിവരം. അനന്തം അപ്പീൽ മത്സരം. സംസ്ഥാന സ്കൂൾ മേള തുടക്കത്തിൽ തന്നെ അപ്പീൽ പ്രളയത്തിൽ. ആകെയുള്ള 232 ഇനങ്ങളിൽ 16 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ അപ്പീലുകളുടെ എണ്ണം 324. പോയിന്റ് നിലയിൽ മുന്നിലുള്ള പാലക്കാട് ജില്ല തന്നെ അപ്പീലിലും മുന്നിൽ. തലസ്ഥാന നഗരത്തെ കൗമാര പ്രതിഭകളുടെ സംഗമവേദിയാക്കി 2ാം ദിവസം മത്സരങ്ങൾ തുടരുന്നു. പുത്തരിക്കണ്ടത്തെ പ്രധാന വേദിയായ ചിലങ്കയിൽ ഇപ്പോൾ കുച്ചിപ്പുടിയും ഉച്ചകഴിഞ്ഞ് വൃന്ദവാദ്യവും. കൗമാരകലയുടെ വർണ്ണക്കാഴ്ചകളിൽ തിരുവനന്തപുരം അനന്തോത്സവ നഗരം. നിസാം കുറ്റക്കാരനെന്ന് കോടതി. ചന്ദ്രബോസ് വധക്കേസിൽ മുഹമ്മദ് നിസാം കുറ്റക്കാരനെന്ന് കോടതി. കൊലപാതകത്തിന് പിന്നിൽ നിസാമിന്റെ മുൻവൈരാഗ്യമാണെന്ന പ്രോസിക്യൂഷൻ വാദത്തിന് അംഗീകാരം. പ്രതിക്കെതിരെ കൊലപാതകമടക്കം 9 കുറ്റങ്ങളും തെളിഞ്ഞതായി തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതി. കേസിൽ ശിക്ഷ പ്രഖ്യാപിക്കുന്നത് നാളെ. കുറ്റകൃത്യത്തിന്റെ സ്വഭാവം പരിഗണിച്ച് പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ CP ഉദയഭാനു. നിസാം സമൂഹത്തിന് ഭീഷണിയെന്നും പ്രോസിക്യൂഷൻ വാദം. 79 ദിവസം നീണ്ട വിചാരണയ്ക്കിടെ വിസ്തരിച്ചത് 22 പ്രോസിക്യൂഷൻ സാക്ഷികളെയും 4 പ്രതിഭാഗം സാക്ഷികളെയും. നിസാമിന്റെ വാഹനം യാദൃശ്ചികമായി ഇടിക്കുകയായിരുന്നു എന്ന പ്രതിഭാഗത്തിന്റെ വാദത്തിനും തിരിച്ചടി. മൈക്രോയിൽ അന്വേഷണം. മൈക്രോ ഫിനാൻസ് അഴിമതിയിൽ പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിട്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെ 4 പേർക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടത് VS അച്യുതാനന്ദൻ സമർപ്പിച്ച ഹർജിയിൽ. മാർച്ച് 5-നകം റിപ്പോർട്ട് നൽകാനും നിർദ്ദേശം. പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റം തെളിഞ്ഞാൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താമെന്ന് കോടതി. കേസിൽ VSന്റെ ആരോപണം പിന്നാക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് 15 കോടി രൂപയുടെ വായ്പ സ്വാശ്രയ സംഘങ്ങൾക്ക് വിതരണം ചെയ്തതിൽ ക്രമക്കേടെന്ന്. കോടതി വിധി സ്വാഗതം ചെയ്യുന്നുവെന്ന് വെള്ളാപ്പള്ളി നടേശൻ. പ്രതിഷേധം കത്തുമ്പോൾ. ഹൈദരാബാദ് സർവകലാശാലയിൽ ദളിത് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കേന്ദ്രമന്ത്രി ബണ്ടാരു ദത്താത്രേയയുടെ രാജിക്കായി സമ്മർദ്ദം. ബണ്ടാരുവിനെയും സ്മൃതി ഇറാനിയെയും സംരക്ഷിച്ച് BJP. കേന്ദ്ര നിലപാടിൽ രാജ്യവ്യാപക പ്രതിഷേധം. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരുന്ന രോഹിത് വെമുലയുടെ ആത്മഹത്യയ്ക്ക് വഴിവെച്ചത് അധികൃതരുടെ മാനസിക പീഡനം. രോഹിത്തിനെ പുറത്താക്കാൻ ശുപാർശ ചെയ്തത് ദത്താത്രേയെന്ന് ആരോപണം. തൊഴിൽ മന്ത്രിയുടെ ശുപാർശയെ തുടർന്ന് സർവകലാശാലയ്ക്കു കത്തയച്ചത് സ്വാഭാവിക നടപടി മാത്രമെന്ന വിശദീകരണവുമായി മാനവശേഷി വികസന മന്ത്രി സ്മൃതി ഇറാനി. സസ്പെൻഷന് സമ്മർദ്ദം ചെലുത്തിയില്ലെന്നും വാദം. ഭീകരതയുടെ ശിക്ഷ. കുപ്രസിദ്ധ ഭീകരൻ ജിഹാദി ജോണിന്റെ മരണം സ്ഥിരീകരിച്ച് ഇസ്ലാമിക് സ്റ്റേറ്റ്. നവംബറിൽ സിറിയയിലെ റാഖയിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിൽ ജിഹാദി ജോൺ കൊല്ലപ്പെട്ടുവെന്ന് IS മുഖപത്രമായ ദാബിഖിൽ ലേഖനം. മരണം സംഭവിച്ചത് ജോണിന്റെ കാർ ലക്ഷ്യമാക്കി ആളില്ലാ വിമാനം ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ. ISന്റെ ബുദ്ധി കേന്ദ്രമായിരുന്ന മുഹമ്മദ് എംവാസി എന്ന ജിഹാദി ജോൺ നിരവധി തടവുകാരെ തലയറുത്തു കൊന്നിരുന്നു. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.